നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ തലസ്ഥാനത്തിൽ നിന്നും തമിഴ്നാടിന്റെ തലസ്ഥാനം വരെ നമ്മുടെ ഒരു സ്ലീപ്പർ ക്ലാസ് ട്രെയിൻ ജേർണി നമ്മൾ ആസ്വദിക്കാൻ പോവാണ് ഗൈസ്. ഞാനത് ആസ്വദിക്കുകയും നിങ്ങളത് ഡിജിറ്റലായിട്ട് കാണാൻ പോവുകയും ചെയ്യാണ്. സോ ഗൈസ് എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് ഫവാസ് ടെക് വ്ലോഗ്സിലെ KL Meets TN സീരീസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചെന്നൈയിൽ പോകുന്ന മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം എന്താണ് പോകുന്നത്. സോ നമുക്ക് എന്തായാലും ഞാൻ അവരെ പോയി മീറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം സെൻട്രലിലാണ് കേട്ടോ ഗൈസ്. ട്രിവാൻഡ്രം സെൻട്രലിലാണ്. ഞാൻ 4 മണിക്കുള്ള അനന്തപുരിക്ക് പോകാനാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി 3:30 ആയിട്ടുണ്ട്. സോ നമ്മളിതാ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ കണ്ടു, പാരൻസിനെ കണ്ടു. സോ നമ്മൾ ട്രെയിൻ ഇവിടെ വരുമെന്ന് അറിയത്തില്ല. പ്ലാറ്റ്ഫോം നമ്പർ 1-നാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. സോ എൻ്റെ വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. സോ നമ്മുടെ ഫ്രണ്ടിലും നിസാമുദ്ദീൻ ഉണ്ട്. തിരുവനന്തപുരം നിസാമുദ്ദീനാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ആകാനാണ് സാധ്യത, അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഞാനങ്ങനെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഇതിപ്പം ഇങ്ങനെയൊക്കെ സെറ്റപ്പൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. പുതിയതാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇതില്ലായിരുന്നു. സോ ഗൈസ് നമുക്കിവിടെ വേണമെങ്കിൽ AC വെയിറ്റിംഗ് റൂം എടുക്കാം. സോ അത് പെർ ഹെഡ് 30 ആണ്, 30 രൂപയാണ് ഗൈസ്. ഭയങ്കര മഴയാണ് ഗൈസ്, ഒടുക്കത്തെ മഴയാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, മഴയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ട്രെയിൻ ഇതിലായിട്ട് പ്ലാറ്റ്ഫോം ആയിട്ടില്ല. ഒന്നാമത് കൊല്ലത്തിൽ നിന്ന് പോലും എടുത്തില്ല ഗൈസ്. എന്തിനാണ് ഇത്ര നേരത്തെ വന്നതെന്ന് എനിക്കിപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. അപ്പം നമ്മൾ എന്തിനാണ് പോകുന്നത്, ചെന്നൈയിലോട്ട് എന്തിനാണ് പോകുന്നതെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. സോ അത് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണെങ്കിൽ അവിടെയുള്ള നമ്മുടെ കസിൻ ബ്രദറിനോ കസിൻ സിസ്റ്ററിന് വെഡ്ഡിങ് ആണ്. അപ്പം 15 നമ്മൾ ഓഗസ്റ്റ് 15 ഗൈസ് കല്യാണം. അപ്പം നമുക്ക് അത് കൂടണം. അത് കൂടിയിട്ട് വേറെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും വീഡിയോയിൽ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിന്ന് പോകുന്നത് നമ്മൾ അനന്തപുരിയാണ്. അനന്തപുരി എക്സ്പ്രസ് ആണ്. സോ നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് ചെന്നൈയിലോട്ട് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ എന്നൊക്കെ പറയുന്നു അനന്തപുരി. നമുക്കറിയത്തില്ല, നമ്മളതും എടുത്തിട്ടുള്ള സ്ലീപ്പർ ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് 3rd AC-യിലാണ്. സോ ആ 3rd AC-യിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. സ്ലീപ്പർ ക്ലാസ്സിലുള്ള എക്സ്പീരിയൻസ് ഞാൻ ഇന്നൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. സോ അനന്തപുരിയിൽ ഭയങ്കര തിരക്കെന്നൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി ട്രിവാൻഡ്രത്തിൽ നിന്ന് പോകാനായിട്ട് ഭയങ്കര തിരക്കെന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതിലായിട്ട് എനിക്കറിയത്തില്ല. സോ നമുക്ക് പ്രോബബ്ലി ആയിട്ട് നോക്കാം ഗൈസ്. ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഒരു പട്ടിക്കുട്ടെ, ഹായ്. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ഗൈസ് നമുക്ക് ആ ഒരു സീരീസിലോട്ട് പോകാം. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ ഓടിക്കാനായിട്ട് വന്നു. ഒരു സമൂസയും ടീയും. ഇത് സമയം പോകുന്നില്ല ഗൈസ്. നമുക്കിപ്പം ഇനിയുണ്ട് ഒരു 1.5 മണിക്കൂർ അടുപ്പിച്ച് ഇനിയുണ്ട് ഗൈസ്. ഇനി എന്തെയാണെന്നാണ് അറിയാത്തത്. ഇനിയുണ്ട് 1.5 മണിക്കൂർ. സോ ഈ സമയം നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം ഓക്കെ ആയി. പ്ലാറ്റ്ഫോം നമ്പർ 3-ലോട്ടാണ് നമ്മളെ ട്രെയിനുള്ളത്. ട്രെയിനും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തിൽ നിന്ന് ഓൺ ടൈം എന്നൊക്കെ പറയാം. നോക്കാം നമുക്ക് ഇനി എന്താവുമെന്ന്. ഓക്കെ ഗൈസ്, നമ്മളെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, തലസ്ഥാനത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ കണ്ടോ ഗൈസ്. പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് വരെ മഴയാണ്, കാണുന്നുണ്ടോ? മഴ വന്ന ഫുള്ള് പെട്ടലാണ് ഗൈസ് നമ്മളെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. ഒരു വയസ്സായ ഒരാൾ എങ്ങനെയാണ് ഗൈസ് ഇതുവഴി ഇങ്ങനെ നടക്കുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. സോ ഇത് ഏതെങ്കിലും ഇന്ത്യൻ റെയിൽവേസിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്തെങ്കിലും നടപടി എടുക്കണം. സോ കാരണം കണ്ടില്ലേ ഗൈസ്, എവിടെയൊക്കെ ഒഴുക്കുന്നുണ്ടോ നിങ്ങൾ? കാരണം ഒരു വയസ്സായ ഒരാൾ പോവുകയാണെങ്കിൽ ചർക്കടിച്ചെന്ന് വീഴാൻ ഒരു നിമിഷം മതി ഗൈസ്. നിങ്ങൾ എന്തായാലും മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്തിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം എത്തിക്കുക ഗൈസ്. കണ്ടില്ലേ, അങ്ങൊക്കെ ആണെങ്കിൽ ഫുൾ ഒഴുക്കാണ് ഗൈസ്, ഫുൾ ഒഴുക്കാണ് ഗൈസ്. തലസ്ഥാനത്തിലത്തെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങളിവിടെ ആലോചിക്കണം ഗൈസ്. കാരണം ഒരു നല്ലൊരു കമ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഫെസിലിറ്റീസ് കൊടുക്കേണ്ട റെയിൽവേ സ്റ്റേഷനാണ്. കാരണം കേരളത്തിൻ്റെ തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനാണ്. സോ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ആലോചിച്ചോ ഗൈസ് നിങ്ങളൊന്ന്. എന്ത് ശോകമാണ്. നിങ്ങൾ ഇവിടെ കണ്ടോ, ബക്കറ്റൊക്കെയാണ് ഗൈസ് വെച്ചിട്ടുള്ളത്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ, അതും നമ്മുടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലുള്ള പ്രശ്നങ്ങൾ കണ്ടില്ലേ. എന്തോ ഗൈസ്, ഇതുവഴി എങ്ങനെയാണ് നടക്കുക ഇതുവഴി നമ്മൾ എങ്ങനെയാണ് ഗൈസ് നടക്കുക? ഒരു വയസ്സായ ഒരാൾ വരികയാണെങ്കിൽ ചരക്കടിച്ച് ഉടനെ വീഴും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മളെ ഇന്ത്യൻ റെയിൽവേ. നോക്കുക ഗൈസ്, ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ എന്ത് അവസ്ഥയിലാണെന്ന്. എനിക്ക് വോയിസും ക്ലിയർ അല്ല, കാരണം മഴയായതുകൊണ്ട് വോയിസും ക്ലിയർ അല്ല. ഇതൊക്കെ കണ്ടോ ഗൈസ്? ഗൈസ് ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലത്തെ അവസ്ഥ. അതും നമ്മളെ ട്രിവാൻഡ്രം, നമ്മളെ കേരളത്തിൻ്റെ ട്രിവാൻഡ്രത്തിലുള്ള അവസ്ഥയാണ് ഗൈസ് ഈ റെയിൽവേ സ്റ്റേഷനുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എനിക്കറിയത്തില്ല ഇത് നമ്മളെ പ്രോബബ്ലി ആണെന്ന് എനിക്കറിയത്തില്ല ഞാനിത് പറയുന്നത്. സോ നിങ്ങൾ എന്തായാലും മാക്സിമം ഫ്രണ്ട്സിലോട് എത്തിച്ചു കൊടുക്കുക.
ഗൈസ് നമ്മൾ അനന്തപുരി വന്നു. ഏകദേശം ഒരു 12 മിനിറ്റിന് ശേഷമാണ് ഗൈസ് പറഞ്ഞത് നമ്മളെ ട്രെയിന്. നമ്മളെ എൻജിൻ പറഞ്ഞത് റോയപുരാണെന്ന് തോന്നുന്നു. കല്ലാക്കൂട ഗൈസ്. ഇതിൽ വേറൊരു പ്രത്യേകമാണ്, നമ്മളെ ഈ കോച്ച് LHB അല്ല ഗൈസ്. അതൊന്നും നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം. ഈ അനന്തപുരിയിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കോച്ച് LHB അല്ല. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോകാനായിട്ട്. ഗൈസ് നമ്മളത് നമ്മളെ കമ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മളെ സീറ്റ് വരുന്നത് 23, 24, 25. അപ്പോൾ ഗൈസ് നമ്മളെ ട്രെയിൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് എടുത്തു. സോ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് ഗൈസ് 17 മണിക്കൂർ 12 മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട് ഗൈസ് നമ്മളെ ട്രിവാൻഡ്രം. ഗൈസ് ഒരു കോച്ച്, ഏത് കോച്ചെന്ന് എനിക്കറിയത്തില്ല. സോ ഏതൊരു കോച്ചാണ് ഗൈസ്. ഇപ്പം നമ്മൾ 12 മണിക്കൂറുണ്ട് ഈ യാത്ര നമ്മൾ ചെന്നൈയിലോട്ട് പോകാനായിട്ട്. സോ ഗൈസ് മുഷിയും ഗൈസ്. സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് കയറിയപ്പോഴേ പണി തന്നു. കാരണം സീറ്റിൻ്റെ അവിടെയൊക്കെ ഫുള്ളും വെള്ളമാണ്. സോ അത് തന്നെ പണി തന്നു. പിന്നെ ഒരു വേറൊരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഇതൊരു LHB കോച്ചല്ല. സോ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. LHB കോച്ച് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി കോച്ചിന് കുറച്ച് കംഫർട്ടബിൾ കിട്ടും. കാരണം അതിൻ്റെ എൻജിൻ വൈസ് അങ്ങനെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രിവാൻഡ്രം ഫുള്ളും മഴയാണ് ഗൈസ്, കണ്ടോ, മുടിഞ്ഞ മഴ. സോ നമുക്കിനി ട്രെയിനിലകത്ത് കുറേ വിശേഷങ്ങളൊക്കെ കാണാം. പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റിലകത്ത് ടോയ്ലറ്റ്. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം, ഉണ്ടോ നോക്കാം. കാരണം രാവിലെ തന്നെ അയ്യോ ഗൈസ് തുറന്നത് മാത്രമേ കണ്ടുള്ളൂ, ബാക്കി ഇനി അടക്കേണ്ടി വന്നു. സോ കുഴപ്പമില്ല, പോട്ടെ. അങ്ങനെയാണ് നമ്മളെ ടോയ്ലറ്റിൻ്റെ കാര്യം. നമുക്കിനി നോക്കാം ഇനി ചെന്നൈ വരെ പോകുന്നപ്പോൾ എങ്ങനെയാകുമെന്ന് എനിക്കറിയത്തില്ല. സോ ഇനിയുണ്ട് ഗൈസ് യാത്രകൾ വഴിയൊരുക്കത്തെ ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കേട്ടോ, കോച്ച് ഫുള്ള് വെള്ളമാണ്. സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് ആയാലും ഫുള്ള് വെള്ളമാണ് ഗൈസ്. യൂഷ്വലി നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിട്ട്, ഇന്ത്യൻ റെയിൽവേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം സ്ലീപ്പർ കോച്ച് അങ്ങനെയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ടുള്ള ഫസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ നമ്മുടെ നെയ്യാറ്റിൻകര. സോ എല്ലാവരും ഉണ്ട്, ആൾക്കാർ അത്യാവശ്യം ഉണ്ട് ഗൈസ് നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ കയറാനായിട്ട്. സോ ഇവിടെ വർക്ക് നടക്കുന്നു തോന്നുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് ഗൈസ്. അങ്ങനെ നമ്മൾ പാറശാല ഫൈനലി ഔട്ട് ചെയ്ത് 1 മിനിറ്റ് 2 സെക്കൻഡ് മാത്രം, ഒരു സെക്കൻഡൊക്കെ എന്തോ, 1 സെക്കൻഡ് 2 സെക്കൻഡൊക്കെ മാത്രമേ നമ്മളെ ട്രെയിൻ ഇവിടെ നിർത്തുന്നുള്ളൂ. അപ്പം നമ്മളിതാ പാറശാല. ബൈ ടു പാറശാല. ബൈ പാറശാല. നമ്മൾ ഈ നാഗർകോവിൽ ടൗണിൽ നമ്മൾ പോവുകയാണ്. നാഗർകോവിൽ ടൗണാണ് പാസ് ഔട്ട് ചെയ്തത് ഗൈസ്. എനിക്ക് വീഡിയോ ക്ലിപ്പ് എടുത്തെടുത്ത് മതിയാകുന്നില്ല ഗൈസ്, കാരണം അത്രയ്ക്ക് നല്ല സീനറിയാണ് ഗൈസ്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. സോ നേരിട്ട് നിങ്ങൾ എന്തായാലും വന്ന് ആസ്വദിക്കേണ്ട ഒരു സ്ഥലമാണ് ഗൈസ്. സ്ഥലമൊന്നുമല്ല, ഈ മറ്റേ നമ്മുടെ ഈ തമിഴ്നാട് റൂട്ട് ട്രെയിൻ ജേണി. സോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഗൈസ്. കണ്ടില്ലേ ഗൈസ്? ഇനി മെയിൻ സ്പോട്ടുകളിൽ മാത്രം ഇറങ്ങി വീഡിയോസ് എടുക്കാം. കാരണം ഇനിയുള്ളതൊക്കെ ഒരു വേറെ ലെവലാണ് ഗൈസ്. കാരണം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മുടെ ട്രെയിനിനെ പറ്റി ആയാലും തന്നെ, അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ എങ്ങനത്തെ കാര്യത്തിനാണ് പോകുന്നതെന്നൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ പറയാം, നിങ്ങളൊരു ലോങ് ട്രിപ്പ് ജേണി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് എടുക്കരുത് ഗൈസ്. ഞാൻ ഷുവർലി പറയാം. കാരണം നിങ്ങൾ 12 മണിക്കൂർ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ 12 മണിക്കൂർ നിങ്ങളുടെ ബോഡി പെയിൻ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം തേർഡ് എ സിയെങ്കിലും നിങ്ങൾ എടുക്കാൻ നോക്കുക. തേർഡ് എ സി 1000 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാനിത് നമ്മളെങ്ങനെയാണ് അനുഭവിക്കുക, അല്ലെങ്കിൽ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. സോ ഗൈസ്, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, നാങ്കുനേരി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പം പാസ് ഔട്ട് ചെയ്തത്. നാങ്കുനേരി എത്തിയപ്പോൾ മണി 6:30 അപ്പം നമുക്കത് ഇങ്ങോട്ട് കാണാൻ സാധിക്കാം.
അങ്ങനെ എത്തിയിട്ടുള്ള തിരുനെല്ലിയില്ല. സോ തിരുനെല്ലി എത്തിയിട്ടുള്ള സമയം ഇപ്പം ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പം ഇനി ഫുള്ള് ഇരുട്ടായി കഴിച്ച് ഇനി ഫുള്ള് നമുക്ക് വിഷ്വൽസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. സോ ഭയങ്കര തിരക്ക് തിരുനെൽവേലിയൊക്കെ, ഒരു രക്ഷയില്ല, മുടിഞ്ഞ തിരക്കാണ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ കഴിക്കാൻ പോവാണ്. കഴിച്ച് അപ്പോൾ വാഴയിലയിൽ പോയിട്ട് തിരിഞ്ഞ് എന്തോന്നാണ് ഗൈസ്, നല്ല മണമാണല്ലോ. മൈ ഗോഡ്നെസ്. ചോറും മുട്ടക്കറി. സോ നമുക്ക് കഴിക്കാം. ഓക്കെ, മുട്ടയുണ്ട്. കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ നമുക്കൊരു മീനും വന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ചപ്പാത്തിയും എന്തോന്നാണ് കറിയെന്ന് അറിയത്തില്ല ഗൈസ്. ചമ്മന്തിയാണോ തക്കാളിയാണോ എന്ന് അറിയത്തില്ല. സോ നമുക്കിതിന് കഴിക്കാം. ഇത് ചട്നിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് അറിയത്തില്ല ഗൈസ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ് ഇത് എന്ത് കറിയെന്ന് അറിഞ്ഞോളാം ഗൈസ്. ഗൈസ് ഇത് വരുന്ന 4 ചപ്പാത്തി ഒരു കറിയായിട്ട് വരുന്നത് 90 രൂപയാണ്. സോ ഇതിൽ എന്തിരിക്കണം എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. കമൻറ്റ് ബിലോ. ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി സാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സമയം ഏകദേശം 8:30 ആയി. സോ ട്രെയിനിൽ എല്ലാവരും കിടന്നു പറയും ഗൈസ്. സോ അങ്ങനെ ഞാൻ വെളിയിൽ നിന്ന് എടുക്കുന്നത് വീഡിയോ. സോ ഇത്ര ബ്രൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ സാത്തൂർ ഏകദേശം ഇവിടെ നിന്ന് ഇനി കുറേ ഉണ്ട് ഗൈസ്. ഇനി മധുരയൊക്കെ ഉണ്ട്. എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നൈറ്റ് ഇരുന്ന് വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്യണം. സോ എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം നമുക്ക് എന്തായാലും ഇനി മോർണിംഗ് കാണാം. മോർണിംഗ് പിന്നെ ഞാൻ കുറച്ച് ഉറങ്ങാൻ പോകുന്ന സീക്വൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് ഞാനിതാ ഇവിടെ ഉറങ്ങാൻ പോവുകയാണ്. അപ്പം ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. സമയം ഏകദേശം 10 മണിയായി. ഇനി കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ബൈ. സോ ഇനി നാളെ രാവിലെ മോർണിംഗ് കാണാം. ബൈ. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ താമ്പരം റെയിൽവേ സ്റ്റേഷനിലെത്തി. കാരണം നമുക്ക് ചെന്നൈ എഗ്മോറിൽ ഇറങ്ങുന്നതിനേക്കാളും ഗൈസ് താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇവിടെ നിന്ന് അവർ വീട്ടിലിട്ട് ഏകദേശം 10 കിലോമീറ്റർ എന്തോളൂ. എഗ്മോറിലാണെങ്കിൽ 23 കിലോമീറ്റേഴ്സ് അടുപ്പിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ഫൈനലി താമ്പരത്തെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് നോക്കണം ഇനി എങ്ങനെയാണ് പോകേണ്ടതെന്ന്. സോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി നേരെ എവിടെ കഴിക്കണം, ചായയോ എല്ലാം കുടിക്കണം. സോ അത് കഴിഞ്ഞിട്ട് ഇതാക്കാം. ഓക്കെ, ബൈ. ഇന്ന് ഇറങ്ങിയതും ചെന്നൈ എഗ്മോർ, കന്യാകുമാരി ചെന്നൈ എഗ്മോർ പോകുന്നു. കണ്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ താമ്പരത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ നമ്മൾ ബസ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് ഈ ഒരു കാണുന്ന വേ കണ്ടില്ലേ, ഇതുവഴി ഇങ്ങ് പോയാൽ മതി എന്നൊക്കെ പറയുന്നത്. സോ നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പോയി ജസ്റ്റ് എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ കോഫിയോ ടീയോ വല്ലതും കുടിക്കണം. അതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. ഗൈസ്, KL മീറ്റ് TN സീരീസ് ഫസ്റ്റ് സീരീസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇനി അടുത്തതൊക്കെ ഭയങ്കര അഡ്വഞ്ചറാണ് ഗൈസ്. നമ്മൾ തമിഴ്നാട് ബസ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. സോ ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് താമ്പരമാണ്. സോ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ്, ഈ ഒരു സീരീസിൽ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ കൊടുക്കുക. എനിക്ക് ഭയങ്കര റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു, അനുഭവം ഉണ്ടായിരുന്നു. സോ നിങ്ങൾ എന്തായാലും മാക്സിമം ഫ്രണ്ട്സിലോട്ട് എത്തിച്ചു കൊടുക്കുക. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് വിലക്ക് ചകയെന്ന് അടിച്ചുകൊണ്ടിരിക്കുക. എന്നാലും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. സോ ഗൈസ്, ബൈ.